ഒരു ഇടക്കാല ബജറ്റാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും ഒരു ബജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന ചോദ്യങ്ങളുണ്ട്. എന്തൊക്കെ വിലക്കയറ്റം ഉണ്ടാവും, ഏതൊക്കെ സാധനങ്ങൾക്കായിരിക്കും വില കുറയുക, ഇത്തരം ചോദ്യങ്ങളുണ്ട്. ഒരു കുടുംബത്തിന്റെ ബജറ്റിനെ ഇത് ബാധിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയരും. നമുക്കൊരു കുടുംബത്തെ പരിചയപ്പെടാം. ഇതൊരു നമ്മുടെ മുന്നിൽ 5 അംഗ കുടുംബമുണ്ട്. കർഷകനായ മുത്തച്ഛനുണ്ട്, പെൻഷൻ വാങ്ങുന്ന വീട്ടമ്മയായ ഒരു മുത്തശ്ശിയെ നിങ്ങൾക്ക് കാണാം, സ്വയം സംരംഭനായ മകനുണ്ട്, ഉദ്യോഗസ്ഥയായ ഒരു മകളുണ്ട് ഈ കുടുംബത്തിൽ, ഒപ്പം അവരുടെ വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ കുടുംബത്തെ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ബജറ്റ് പ്രഖ്യാപനങ്ങൾ ബാധിക്കുന്നത്, അതെന്തൊക്കെ മേഖലകളാണ് എന്ന് നോക്കാം. ആദ്യം മുത്തശ്ശി ചോദിക്കുകയാണ്. എന്താണ് മുത്തശ്ശിയുടെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പാചകവാതക വില മാറുമോ എന്നാണ്. സ്വാഭാവികമായിട്ടും ഒരു കുടുംബത്തിൽ നിന്നും ഉയരുന്ന വളരെ സുപ്രധാനപ്പെട്ട ചോദ്യമാണ് അത്. ഇല്ല എന്നാണ് അതിനുള്ള ഉത്തരമെന്ന് വളരെ വ്യക്തമായിട്ട് പറയാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ആരോഗ്യരംഗത്ത് എന്താണ് ഉള്ളതെന്നാണ്. കൂടുതൽ മെഡിക്കൽ കോളേജുകൾ ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിലെ സർക്കാർ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകളാക്കി ഉയർത്താനും കൂടുതൽ ഡോക്ടർമാരെ സൃഷ്ടിക്കാനുമാണ് ലക്ഷ്യമെന്ന് ഈ ബജറ്റിൽ പറയുന്നുമുണ്ട്. ഇനി അടുത്തതാരാണ് വരുന്നത് നോക്കാം. ഇതാ ഉദ്യോഗസ്ഥയായ മരുമകൾ ഇനി നമ്മുടെ മുന്നിലേക്ക് വരും. എന്താണ് മരുമകളുടെ ചോദ്യം എന്നുകൂടി നോക്കാം. ആദായ നികുതി മാറുമോ എന്നാണ്. ഉദ്യോഗസ്ഥരെല്ലാവരും ചോദിക്കുന്ന ചോദ്യം നികുതിയിൽ മാറ്റങ്ങളുണ്ടോ എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. ഇനി അടുത്ത ചോദ്യം, അത് ഒരുപക്ഷെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ഇന്ധനവില മാറുമോ എന്നാണ്. സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടാകാം, പക്ഷേ ഒപ്പം ബസ് പോലുള്ള വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ട്, ഒപ്പം അവരുടെ മുതലാളിമാരുണ്ട്. ഇവരെല്ലാം ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ്, ഇന്ധനവില എന്തെങ്കിലും മാറുമോ എന്നാണ്. ഉദ്യോഗസ്ഥയാണ്, ദിവസവും യാത്ര ചെയ്യുന്ന സ്ത്രീയാണ്. അങ്ങനെയെങ്കിൽ ആ ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട്. ഒരു മാറ്റവും ഈ ബജറ്റ് വഴി ഇല്ല എന്നുള്ള ഉത്തരമാണ് ഈ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം നമുക്ക് മുന്നിലുള്ളത്. ഇപ്പോൾ എത്ര കൊടുക്കുന്നോ അത് തന്നെ ഏപ്രിൽ 1 കഴിഞ്ഞാലും ഇന്ധനത്തിനായി കൊടുക്കേണ്ടി വരും. അത് പെട്രോൾ ആയാലും ഡീസൽ ആയാലും. എന്നാൽ യാത്ര ചെയ്യാൻ പുതിയ ട്രെയിനുകളുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അത് വോട്ട് ഓൺ അക്കൗണ്ട് ആയതിനാൽ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ 40,000 സാധാരണ കോച്ചുകൾ വന്ദേ ഭാരത് ട്രെയിനുകളുടെ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് യാത്രയുടെ സൗകര്യം കൂടും എന്നർത്ഥം. അത് നിലവിലെ സർവീസുകളെ ബാധിക്കുമോ അതോ പുതിയ സർവീസുകൾ ഉണ്ടാകുമോ എന്നൊക്കെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയാം. ഇനി അടുത്തയാൾ ആരാണെന്ന് നോക്കാം. കുടുംബത്തിലെ കാരണവർ മുത്തച്ഛനാണ്. മുത്തച്ഛൻ കടന്നു വരുന്നു. മുത്തച്ഛൻ്റെ ചോദ്യം സ്വാഭാവികമായിട്ടും എന്തിനെക്കുറിച്ചായിരിക്കുമെന്ന് നോക്കാം. അത് കൃഷിയെക്കുറിച്ചാണ്. കർഷകർക്ക് എന്തൊക്കെയുണ്ട് ഈ ബജറ്റിൽ പ്രഖ്യാപനം എന്നുള്ളതാണ്. വരുമാനം 5 വർഷം കൊണ്ട് ഇരട്ടിയാക്കുമെന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. സംഭരണം വേഗത്തിൽ നടത്തുമെന്നും പ്രതിഫലം ഉടൻ അക്കൗണ്ടിൽ എത്തുമെന്നും ധനമന്ത്രി പറയുന്നു. പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലൊക്കെയുള്ള നെൽകർഷകർക്കൊക്കെ അത് ആശ്വാസം പകരുന്ന ഒരു പ്രഖ്യാപനമാണ്. ഇനി ഏറ്റവും ഒടുവിൽ നില അടുത്തതായിട്ട് മകൻ മുന്നോട്ട് വരുന്നു. ചോദ്യം ഇതാണ്, പരോക്ഷ നികുതി മാറുമോ എന്നുള്ളതാണ്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്, അതിൽ ഒരു മാറ്റവും ഇല്ല എന്നതാണ് ഉത്തരം. അതായത് സോപ്പും ചീപ്പ് കണ്ണാടി മുതൽ എന്തിനും ഏതിനും ഇപ്പോഴെന്താണോ നികുതി അത് തന്നെ ഇനിയും കൊടുക്കേണ്ടി വരും എന്നതാണ് അതിനുള്ള ഉത്തരം. അപ്പോൾ ഈ പുതിയ ബജറ്റിൽ പുതിയ പദ്ധതികളെക്കുറിച്ച് സൂചനയുണ്ടോ എന്ന് സ്വാഭാവികമായ ഒരു ചോദ്യം വരാം. ഉണ്ട്. അത് 3 റെയിൽവേ സാമ്പത്തിക ഇടനാഴി എന്ന പ്രഖ്യാപനമാണ്. രാജ്യത്തിന്റെ ഭാവി തന്നെ മാറ്റുമെന്നാണ് പ്രഖ്യാപനം. ഗ്രാമീണ ടൂറിസം വികസന പദ്ധതിക്കൊപ്പം ലക്ഷദ്വീപിൽ ടൂറിസം വികസനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിനെ ഒരു പ്രൈം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റും എന്നാണ് പ്രഖ്യാപനം. അത് മാലദ്വീപ് ഉണ്ടായുള്ള പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ പ്രഖ്യാപനത്തിന് അതൊരു നയതന്ത്ര പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു പ്രാധാന്യമായി അതിനെ വിലയിരുത്താം. ടൂറിസ്റ്റ് സംസ്ഥാനങ്ങൾക്ക് പലിശരഹിത വായ്പയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ധനമന്ത്രി. അപ്പോൾ പുതിയ വീടുകൾ വരുമോ എന്ന ചോദ്യമുണ്ട്. വരും എന്നാണ് ഉത്തരം. PM ആവാസ് യോജനയിൽ 2 കോടി വീടുകൾ കൂടി പ്രഖ്യാപനത്തിലുണ്ട്. 1 കോടി വീടുകളിൽ സോളാർ വൈദ്യുതി വരും. സോളാർ വീടുകളിൽ 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയും ലഭിക്കും. അപ്പോൾ പുതിയ റോഡുകളും പാലങ്ങളും ഉണ്ടാകുമോ? ഇല്ല എന്നാണ് അതിൻ്റെ ഉത്തരം. ഇനി അടുത്ത സർക്കാരിന്റെ ബജറ്റിലാണ് അത് ഉണ്ടാവുക എന്നും അനുമാനിക്കാം. ഇനി ഏറ്റവും ഒടുവിലായി നമ്മുടെ കൊച്ചു മകൾ വരുന്നു. വിദ്യാർത്ഥിനിയാണ്. സ്വാഭാവികമായും വിദ്യാഭ്യാസ രംഗത്ത് എന്ത് എന്നൊരു ചോദ്യമുണ്ട്. എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസം വരും അല്ലെങ്കിൽ ഉണ്ടാക്കുമെന്നാണ് പ്രഖ്യാപനത്തിൽ പറയുന്നത്. പെൺകുട്ടികൾക്ക് പ്രത്യേക കരുതലും ഈ ബജറ്റിൽ പറയുന്നുണ്ട്. ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ധനമന്ത്രി ഇന്ന് നടത്തിയ പ്രഖ്യാപനങ്ങൾ. എന്തായാലും ഒരു ഇന്ററിം ബജറ്റാണ്, ഇടക്കാല ബജറ്റാണ്. പുതിയ സർക്കാർ, അതായത് ഏപ്രിൽ ഇലക്ഷനാണ്, അത് കഴിഞ്ഞ് പുതിയ സർക്കാർ വരും. അപ്പോഴായിരിക്കും ഒരു ഫുൾ ബജറ്റ് ഉണ്ടാവുക. ഇനി